ഒടുവിൽ യു.എസ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറി. രാജ്യത്തിന്റെയും പാർട്ടിയുടെയും നന്മയ്ക്കായി മത്സരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് സാമൂഹ്യമാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ജോ ബൈഡൻ വ്യക്തമാക്കി. യു.എസ്. തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ബൈഡന്റെ പിന്മാറ്റം. തനിക്ക് പകരം വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പേര് നിർദ്ദേശിച്ചാണ് ബൈഡൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനോട് ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം അമേരിക്കയിൽ ശക്തമായിരുന്നു. രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ചുമതലകളിൽ ബാക്കിയുള്ള സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പദ്ധതിയെന്നും ബൈഡൻ പറയുന്നു. ബൈഡന്റെ പിന്മാറ്റത്തോടെ ചിക്കാഗോയിൽ അടുത്ത മാസം 19-ന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷനിൽ പാർട്ടി പുതിയ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കും. ബൈഡൻ നിർദ്ദേശിച്ച കമല ഹാരിസ് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആയേക്കുമെന്നാണ് സൂചനകൾ. എതിരാളിയായ ഡൊണാൾഡ് ട്രംപുമായുള്ള ആദ്യ സംവാദത്തിലെ മോശം പ്രകടനം, പ്രായാധിക പ്രശ്നങ്ങൾ, ട്രംപിന് നേരെയുണ്ടായ വധശ്രമം, അനുകൂലമല്ലാത്ത അഭിപ്രായ സർവേകൾ, ഏറ്റവും ഒടുവിലായി കോവിഡ് ബാധിച്ചത് തുടങ്ങി രണ്ടാം ഊഴത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട ബൈഡൻ നേരിട്ട വെല്ലുവിളികൾ നിരവധിയായിരുന്നു. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ, മുൻ സ്പീക്കർ നാൻസി പെലോസി, സെനറ്റ് നേതാവ് ചക് ഷൂമർ തുടങ്ങിയവർ ബൈഡനെ സന്ദർശിച്ച് പിന്മാറ്റം സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. സ്വന്തം പാളയത്തിൽ തന്നെ ഒറ്റപ്പെട്ടുവെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് പദത്തിൽ രണ്ടാം ഊഴം തേടിയുള്ള പരീക്ഷണത്തിൽ നിന്ന് ജോ ബൈഡന്റെ പിന്മാറ്റം.